നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് കഠിനമായ രോഗങ്ങൾ, അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം പതിവാക്കുക. അത്രയേറെ മഹാത്മ്യമുള്ള ഒരു കാലയളവാണ്. ആ രോഗങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എല്ലാ തിങ്കളാഴ്ചയും പതിവായിട്ട് 16 നാണയം അവിടെ സമർപ്പിക്കുക. ഈ പറയുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആ വ്യക്തിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ അവിടെ ശിവക്ഷേത്ര ദർശനം നടത്തുക. തിങ്കളാഴ്ച അവിടെ ഈ പറയുന്ന വ്യക്തിയുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് ധാര, കൂവളമാല, അതിലുപരി 16 നാണയം എന്ന് വെച്ചാൽ കോയൻ സമർപ്പിക്കുക. ശ്രേഷ്ഠമാണ്. എല്ലാ ദുരിതങ്ങളിൽ നിന്നും മറികടക്കാൻ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ്. രോഗമോചനമുണ്ടാകുന്നതുമാണ്. അതിനാൽ വേദനകൾ അനുഭവിക്കുന്ന ആ അവസരങ്ങളിൽ നിന്നെല്ലാം ശമനം ഉണ്ടാകുന്നതിനും നിശ്ശേഷം സാധ്യമാകുന്ന ഒരു വഴിപാടാണ്. ഓം നമഃശിവായ മന്ത്രം രാവിലെയും വൈകിട്ടും 108 തവണ വീതം നിങ്ങളും ആ അസ്വസ്ഥതയിൽ കിടക്കുന്ന ആ വ്യക്തിയും മനമൊരുകി ജപിക്കണം. എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ്. മഹാമന്ത്രമാണിത്. കുറച്ച് ദിവസം ഇത് തുടർച്ചയായിട്ട് ഏകാഗ്രതയോടുകൂടി ചൊല്ലി നോക്കിയാൽ നിഷ്പ്രയാസം ആ ഒരു പ്രകാശം, ആ ഒരു ഊർജം ഭവനത്തിൽ വന്ന് ഭവിക്കുന്നതുമാണ്. അതിനാൽ മനസ്സിൽ തന്നെ ഒരു സന്തോഷവും സമാധാനവും ഒരു ആശ്വാസവും ശാന്തിയും അനുഭൂതിയും ഉണ്ടാവുന്നതുമാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതിനാൽ ഈ പ്രകാരം സാധിക്കുമെങ്കിൽ നിർപ്രയാസം ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചയും പ്രത്യേകിച്ച് 16 നാണയം 108 തവണ വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക. ശ്രേഷ്ഠമായിട്ട് ജപിക്കാവുന്നതാണ്. എല്ലാ ദോഷദുരിതങ്ങളും മറികടക്കാൻ ശ്രേഷ്ഠവുമാണ്. അത്രയേറെ പ്രകാശം ഭവനത്തിലോട്ട് വരുന്നതാണ്. അതിനാൽ എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാനും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യാനും അതിലേറെ എന്ന് പറയാൻ ശത്രുദോഷങ്ങളാൽ അലയുന്ന ആ കാലയളവിൽ നിന്ന് മറികടക്കാനും ഒരു വെളിച്ചം ഭവനത്തിൽ വന്നു ചേരുന്നതാണ്. എത്രയേറെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നാമജപം ജപിക്കുന്നുവോ അത്രയേറെ ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ സർവ്വ ഐശ്വര്യവും ഭവനത്തിൽ വന്നു ചേരുന്നതാണ്. ഈ പറയുന്ന പ്രകാരം നിശ്ചിതമായിട്ടും ചെയ്യുന്ന ആ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ കാണാവുന്നതാണ്. അത്രയേറെ എന്ന് പറയുമ്പോൾ അത്രയ്ക്കങ്ങോട്ട് സന്തോഷത്തിലാൽ മതിമറക്കുന്ന ആ ഒരു സമയം വന്ന് ഭവിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിഷ്പ്രയാസം എല്ലാം തരണം ചെയ്യാനും അതിശ്രേഷ്ഠമായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ്. ആ ഒരു പ്രകാശം എപ്പോഴും ഒരു നിഴലായിട്ട് ഏതൊരു സമയവും ഏതൊരു സാഹചര്യത്തിലും കൂടെ ഉണ്ടാവുന്നതുമാണ്. എല്ലാം ശുഭമായിട്ട് ഭവിക്കട്ടെ.